സാധാരണ ഇവിടെ ഇങ്ങനെയല്ല, ഭയങ്കര തിരക്കാണ്. ദേശം റെഡി ആയിട്ടില്ല, ഉൾപ്പെടെയുള്ള സെൽഫി. വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ്. അപ്പോൾ രാവിലെ എണീറ്റുണ്ട്, സമയം ഇപ്പോൾ 5:20 ചേട്ടാ. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് എന്ന് പറയുന്നത് പുട്ടും കടലക്കറിയാണ് കേട്ടോ. പുട്ട് കടലക്കറി പിന്നെ ചായയുണ്ട് കേട്ടോ. അപ്പം നേരെ കഴിക്കാം ഗൈസ്. അപ്പോൾ 2 ഐറ്റം പുട്ടാണ് കേട്ടോ. അരിപ്പുട്ടും ഉണ്ട്, ഗോതമ്പ് പുട്ടും ഉണ്ട് കേട്ടോ. കടലക്കറിയാണ്, കടലയും ഉരുളക്കിഴങ്ങും കൂടെ. സൂപ്പർ. ഗൈസ്, അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറഞ്ഞാൽ 7 to 2 വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ 5 ഓർഡറിന് 121 രൂപയാണ് ഇൻസെൻറ്റീവ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഗൈസ്, അപ്പോൾ 170 രൂപയ്ക്ക് തന്നെ ആയിരിക്കും. ഇന്നത്തെ വില എന്ന് പറയുന്നത് 115 രൂപ 47 പൈസയാണ്. ഡെൻസിറ്റി 755. അല്ല, ക്യാഷ്. ഗൈസ്, നമ്മളെ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സമയം എന്ന് പറയുന്നത് 7:45 ചേട്ടാ. 7:45. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ചെന്ന് പറഞ്ഞാൽ ഇമ്പീരിയൽ കിച്ചനാണ്. അപ്പോൾ സ്ട്രൈറ്റ് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താമസിക്കുന്നത് കേട്ടോ, അതാണ് കുഴപ്പം. അല്ലെങ്കിൽ ഒരു 7:10 ഇവിടെ എത്തണേന്. നല്ല എഡിറ്റ് ചെയ്തിട്ട് കിടന്നപ്പോൾ നല്ല താമസം. ഒരു 10-11 മണി കണ്ടായിരുന്നു. കഴിച്ചപ്പോൾ നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അവിടെ കാണുന്നതാണ് ഇമ്പീരിയൽ കിച്ചനാണ്. ഫുഡ് ഇതുവരെ റെഡി ആയിട്ടില്ല, സമയം എടുക്കും. ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഒരു 3-4 ഐറ്റംസ് ഉണ്ട്, സമയം എടുക്കും. അപ്പോൾ ഫുഡ് റെഡി ആയിട്ടില്ല, സമയം എടുക്കും. വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു നിന്ന് അപ്പം തന്നെ റെഡി വന്നു കേട്ടോ. 81 71 89 70. ഐറ്റം കൊടുത്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റൂ, അപ്പം, വീറ്റ് പൊറോട്ടയാണ്. ചിക്കൻ സ്റ്റൂ, അപ്പവും വീറ്റ് പൊറോട്ട. ഓക്കെ. ഗൈസ്, അപ്പോൾ പണ്ഡിറ്റ് കോളേജിലാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അവിടുന്ന് തിരിച്ചാണ് പോകാനുള്ളത് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. അത്യാവശ്യമല്ല, നല്ല തിരക്കുണ്ടല്ലോ. ആ സൈഡ് മാത്രം തിരക്കില്ല. ഗൈസ്, പണ്ഡിറ്റ് കോളനിയാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അയ്യോ, ലൊക്കേഷൻ പിന്നെയും തെറ്റി. ഇങ്ങോട്ടാണ് പോകാനുള്ളത്, ഈ ഭാഗത്തോട്ടാണ് പോകാനുള്ളത്, ഇങ്ങോട്ടാണ് പോകാനുള്ളത്. അവിടെ ചെന്ന് U-turn എടുത്ത് വരാൻ.
ഏകദേശം ഇപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. 600 മീറ്റർ ഉള്ളായിരുന്നു കേട്ടോ. 3rd ഫ്ലോറ് YGR 84B 84A 84B ഇതുകൊണ്ട് മേലിലാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഗൈസ് അപ്പോൾ 20 രൂപയാണ് കിട്ടി കേട്ടോ. അടുത്തായിരുന്നു ഗൈസ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇമ്പീരിയൽ കിച്ചനാണ്. അപ്പോൾ ഇവിടെ നിന്ന് എളുപ്പമാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ കയറി പോയാൽ പിക്കപ്പ് ഇനി ഒരു 600 മീറ്റർ ഉള്ളൂ. ഡബിൾ ഓവറാണ്, മൾട്ടി ഓവറാണ് കേട്ടോ. ഇതാ 11 മണിക്കൊക്കെ ഇതുപോലെ മൾട്ടി കിട്ടിയിരുന്നേ കുഴപ്പമില്ലേ. 11 മണിക്കൊക്കെ മൾട്ടി കിട്ടിയാൽ നമുക്ക് മറ്റേ ഇൻസെൻറ്റീവ് കവറാവും. ഗൈസ് അപ്പോൾ ഒരു ഐറ്റം എടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ട്, സിംഗിൾ പുട്ടും എഗ് റോസ്റ്റ് അപ്പമാണ് കേട്ടോ. ഗൈസ് അപ്പോൾ രണ്ടാമത്തെ ഓർഡർ എടുക്കാനുള്ളത് ശ്രീ ഐശ്വര്യയാണ്. നമ്മളെ ശാസ്തമംഗലത്തുള്ള ശ്രീ ഐശ്വര്യ ശാസ്തമംഗലത്താണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഓർഡർ എന്ന് പറയുന്നത് ശ്രീ ഐശ്വര്യയാണ്. നേരെ വെച്ച് പിടിക്കാം. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. പോകാൻ പറ്റില്ല, വലിയ കുഴപ്പം. ഓക്കെ, എണ്ണയൊക്കെ അടിച്ചിട്ടുണ്ട് രാവിലെ. 180 രൂപയ്ക്ക് അടിച്ച്, പിന്നെ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു 50 രൂപ കൂടെ അടിച്ചു. അപ്പോൾ 18, 19, 20, 21, 22, 23 230 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അവിടെ നിന്നൊക്കെ രാവിലെ ഓർഡർ അടിക്കണതാണ് നമ്മളെ ലെമൺ സോളിൽ നിന്ന്. ഇപ്പോൾ ഓർഡർ കിട്ടില്ല. അപ്പോൾ കുറേ നാളെ അവിടെ നിന്ന് ഓർഡർ അടിച്ചിട്ട് ലെമൺ സോൾ റെസ്റ്റോറൻറ്റ് എത്തി. വെയിറ്റ് ടൈം കൂടുതലാണ് കേട്ടോ. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ വെയിറ്റ് ടൈം കാണും. ഗൈസ് അപ്പോൾ വെള്ളയം പോലത്തെ ശ്രീ ഐശ്വര്യ അല്ല കേട്ടോ, വഴുതക്കാടാണ്. മിക്കവാറും തമ്പാനൂര എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തായിരിക്കും മിക്കവാറും. കാപ്പനംകോട് ഇങ്ങോട്ട് സിഗ്നലുണ്ട്. പക്ഷേ ഈ വണ്ടികൾ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നവർക്കൊന്നും പോകാൻ പറ്റില്ല. ഗൈസ് അങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ശ്രീ ഐശ്വര്യ കേട്ടോ. ഇതാണ് ശ്രീ ഐശ്വര്യ. അപ്പം നമുക്ക് ഞാൻ വരുമ്പോൾ എല്ലാം വണ്ടി വയ്ക്കണതുകൊണ്ട് ഇവിടെയാണ് കേട്ടോ. വേറൊരു ഹോട്ടലുണ്ട്, ഞാൻ വണ്ടി വയ്ക്കുന്നത് ഇവിടെയാണ്. അയ്യോ, ഇങ്ങനെ കയറ്റി വയ്ക്കും. എന്നാൽ 1-2 സെക്കൻഡ്. ഗൈസപ്പോൾ റെഡി ആയിട്ടില്ല. അപ്പോൾ റെഡി ആവട്ടെ, വെയിറ്റ് ചെയ്യാം. ഗൈസപ്പോൾ ഒരു 15 മിനിറ്റ് എടുത്തേട്ടാ റെഡി ആവാൻ. മസാല ദോശയാണ്. സാധനം കിട്ടിയിട്ടുണ്ട്. 41.98. ഗൈസപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. മസാല ദോശയാണ് കേട്ടോ. മസാല ദോശയാണ്. അപ്പോൾ 2 ഓവറാണ്, ഡബിൾ ഓവറാണ്. ഗൈസ് അപ്പോൾ ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മസാല ദോശയും 1 ഞാൻ പറഞ്ഞു തോന്നണം കേട്ടോ, മറന്നുപോയി. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കൊടുക്കാതെ വഴുതക്കാടാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് കയറാൻ പറ്റൂല, അവിടെ ചെന്ന് യൂട്ടേൺ എടുത്തേ വരാൻ പറ്റുള്ളൂ കേട്ടോ. യൂട്ടേൺ എടുത്തേ വരാൻ.
അവിടെ ചെന്ന് യൂ ടേൺ എടുത്തേ വരാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് കറങ്ങി വരണം കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ഇവിടെ 650 മീറ്ററേ ഉള്ളൂ. ഇവിടെ തൊട്ടടുത്ത് കൊടുക്കാനാണ്. അതിലേക്കൂടെയാണ് യൂ ടേൺ എടുക്കാനുള്ള, ഇതിലാണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. എന്തോ പരിപാടി നടക്കണം കേട്ടോ. ഗൈസ് ലൊക്കേഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ, മാപ്പ് ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. കഴിച്ചപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കൊടുക്കാനുള്ള. കസ്റ്റമറെ വിളിച്ചു നോക്കട്ടെ. കഴിച്ചപ്പോൾ രണ്ടാമത്തെ ഓർഡർ കൊടുക്കാനുള്ളത് പിന്നെ മാർക്കറ്റ് ജംഗ്ഷനാണ് കേട്ടോ. ശ്രീവരാഹമാണ്. അപ്പോൾ ഇവിടുന്ന് 4.3 കിലോമീറ്റർ ഉണ്ട്. ഒറ്റ വിടക്കം കേട്ടോ. സിഗ്നല് അല്ലെങ്കിൽ ഒറ്റ വിടക്കം ഉണ്ടായിരുന്നു. ജേസം കൊടുക്കാനുള്ളത്, രണ്ടാമത്തെ ഓർഡർ കൊടുക്കാനുള്ളത് മാർക്കറ്റ് ജംഗ്ഷൻ ചെന്തിട്ട എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രീവരാഗം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 4.1 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കുകയാണ്. ഒരെണ്ണം ശ്രീയേശ്വര ഹോട്ടലിൻ്റെ അവിടെ തന്നെ കൊടുക്കാനുള്ളായിരുന്നു. ഒരു 350 മീറ്റർ ഉള്ളായിരുന്നു കേട്ടോ. അയ്യോ വണ്ടി പോകൂലേ? അയ്യോ പോകാതിരിക്കൂല. ബൈക്കെങ്കിലും പോകൂലേ? ബൈക്ക് പോകുമെന്നാണ് എൻ്റെ ഒരു ബൈക്കിൻ്റെ പണി എന്ത് നടക്കുന്നത് കേട്ടോ. എല്ലായിടവും വാന്തി കുഴിച്ചിടാൻ, ഒളിച്ചിടാൻ ഭയങ്കര ഉത്സാഹമാണ്. മര്യാദയ്ക്ക് സമയത്ത് ചെയ്യൂല, അതാണ് കുഴപ്പം. നമ്മൾ ഒരു മാസം പിന്നെ വാട്ടർ ബില്ല് അടച്ചില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ കണക്ഷൻ പോലേ. എത്ര പൈപ്പ് പൊട്ടിക്കിടക്കും. നമ്മളവിടെ തന്നെ എത്ര പൈപ്പ് പൊട്ടിക്കിടക്കേ. അപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ അവിടെ വിളിച്ചാൽ അവർ പറയണ പിന്നെ നിങ്ങൾ ശരിയായിക്കോ, നിങ്ങളെ ഉത്തരവാദിത്വമാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ശരിയാക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല, അങ്ങനെ ചെയ്താൽ അത് പിന്നെ ശരിയാവൂല. അത് ശരിയല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ ചെയ്തുകൂടാ എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. ഇഷ്ടം പോലെ വെള്ളം വേസ്റ്റായി പോവേ, ഇഷ്ടം പോലെ. ഒരു വാട്ടർ ബില്ല് അങ്ങനെ അടയ്ക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുറ്റം. അപ്പോൾ വന്ന് കണക്ഷൻ കെട്ടി. രാവിലെ ഇങ്ങോട്ടൊക്കെ അടിച്ച ഭയങ്കര പാടാണ് കേട്ടോ. ഇന്നലെ രാവിലെ ഇങ്ങോട്ടായിരുന്നു. ഓക്കെ, സ്ട്രൈറ്റ് ആണ് പോകാനുള്ളത്, ഇങ്ങോട്ടല്ല, സ്ട്രൈറ്റ് ആണ് പോകാനുള്ളത്. ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശ്രീവര ഇവിടെ നിന്നാണ് വന്നത്. ഷാർപ്പർ റൈറ്റാ? അപ്പോൾ 71 രൂപ 54 പൈസ കിട്ടിയത്. ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ സമയം എന്ന് പറയുന്നത് 12:57 ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഓർഡർ എന്ന് പറയുന്നത് ദേവാലയം രുചിക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ അവിടെ പോയി റീച്ചായി ഒരു 5 മിനിറ്റ് അവിടെ നിന്നിട്ട് ഓർഡർ അടിച്ചില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഓർഡർ അടിച്ചു. എന്ത് കഷ്ട സൊമാറ്റോ. അവിടെ നല്ല ഗ്യാരണ്ടീഡ് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് പോയി. ഇവിടെ നിന്ന് ഞാൻ അങ്ങ് പോയി.
അന്ന് പോയി അവിടെ ചെന്ന് റീച്ചായി ഒരു 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത്. അതാ കൊടുക്കുന്ന വെയിൽ. അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഓർഡർ അടിക്കില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 1.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഗൈസ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ. ഗൈസ് ഇപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ. വീട്ടിലെ ഊണാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഫുഡ് റെഡി ആയിട്ടില്ല. ഗൈസ് ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഗൈസ് ഫുഡ് എടുത്തിട്ടുണ്ട്. ഞാറുകൂടല്ല, ഞാൻ വിതിരയാണ്. ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറാണ് കേട്ടോ, ഊണാണ്. കൊടുക്കാനുള്ള ഊരൂട്ട് അമ്പലമാണ് കേട്ടോ. വലയവിള ഊരൂട്ട് അമ്പലം ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കാറ്റ് കേട്ടോ. നമുക്ക് തിരിച്ച് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. കൊടുക്കാനുള്ളത് ഊരൂട്ട് അമ്പലമാണ്. അപ്പോൾ നേരെ വെച്ച് പിടിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഇവിടുന്ന് 8.5 കിലോമീറ്റർ ഉണ്ട്. തിരക്ക് കുറവാണ് കേട്ടോ. സാധാരണ ഇവിടെ ഇങ്ങനെയല്ല, ഭയങ്കര തിരക്കാണ്. ജോസഫ് സിറിൽ ബാങ്ക്ഫോർഡ് കേട്ടോ. JCB പുതിയ ഒരെണ്ണം അങ്ങോട്ട് പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ വച്ച് പിടിക്കാം. ഈ ഭാഗത്തോട്ട് തിരക്കിത് കുറവാണ് കേട്ടോ. മെയിൻ ജംഗ്ഷനിലായിട്ടാണ് കൂടുതലായിട്ട് തിരക്ക് കുറവ്. ഇപ്പോൾ കറക്റ്റ് സമയം എന്ന് പറയുന്നത് 1:14 കേട്ടോ. 1:14 ഗൈസ്. അപ്പോൾ ഓട്ടിച്ച് ഫൈനലി നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൊക്കേഷൻ കാണിക്കുന്ന ഒരു 100 മീറ്ററും കൂടെ ഉള്ളൂ. ഇവിടെ കാണിക്കുന്ന കേട്ടോ. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 127 രൂപയാണ് കിട്ടിയ കേട്ടോ. സെൽഫി ചോദിക്കണം കേട്ടോ. ബാഗ് ഉൾപ്പെടെയുള്ള സെൽഫി. സെൽഫി എടുത്തിട്ടുണ്ട്. അടുത്ത ഓർഡർ ഇതുവരെ അടിച്ചിട്ടില്ല. നേരെ ജംഗ്ഷനിലോട്ട് പോവാം കേട്ടോ. കാട്ടാക്കട ജംഗ്ഷനിലോട്ട് പോവാം. നല്ല വിശ പിടിക്കുന്നുണ്ട്. ഗൈസ് നമ്മളെ ലാസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ജിത്ത് ചോദിച്ചാണ് കേട്ടോ, തിരുമല. അപ്പോൾ ഇവിടുന്ന് 2.3 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. അപ്പോൾ കാട്ടാക്കടയിൽ നിന്ന് വിട്ട് നേരെ ഇങ്ങെത്തി കേട്ടോ. കാട്ടാക്കടയിൽ നിന്ന് കൊള്ളായിരുന്നു കേട്ടോ. അത് മതിയായിരുന്നു. അപ്പോൾ ജിത്ത് ചോദിച്ച് തിരുമലയാണ് ഓർഡർ അടിച്ചത്. അങ്ങോട്ട് വെക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 2.2 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ ലാസ്റ്റ് ഓവറാണ്. സമയം എന്ന് പറയുന്നത് 2:15 കേട്ടോ. അപ്പോൾ 12 to 2 ബുക്ക് ചെയ്തപ്പം ഓർഡർ അടിക്കൂല, എനിക്ക് അങ്ങനെ തോന്നി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 3 മണി വരെയുള്ള 2:03 കൂടെ ഒരു ഷിഫ്റ്റ് കൂടെ ഉണ്ട്. അതും കൂടെ ബുക്ക് ചെയ്തു. ഇത് ചിലപ്പോൾ ഇത് കാട്ടാക്കട കൂട്ടായിരിക്കും കേട്ടോ കൊടുക്കാനുള്ളത്. ചിലപ്പം കാട്ടാക്കട ആയിരിക്കാൻ ചാൻസ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ എമൗണ്ട് ചെറിയ എമൗണ്ടാണ് കാണിക്കുന്നത്. കാട്ടാക്കട ആവാൻ ചാൻസ് ഇല്ല.
കാട്ടാക്കടയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ പോവാം. കാട്ടാക്കടയിൽ നിന്ന് 25 കിലോമീറ്റർ ആകണ്ടേ ഉള്ളൂ, 25-26 ആ ഒരു കണക്കേ ഉള്ളൂ. കഴിച്ചപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ ചുറ്റിച്ചത്. അപ്പോൾ ഒരു യൂ ടേൺ എടുത്ത് കയറണം. അയ്യോ, ഭയങ്കര തിരക്ക് കേട്ടാ. ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഐറ്റം എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പയും മീൻ പറ്റിച്ചത് തോന്നാണ്. ഭയങ്കര തിരക്കേട്ടാ. അപ്പോൾ കുന്നപ്പുഴയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 1.9 കിലോമീറ്റർ ഉണ്ട്. തിരുമല ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. നമ്മളെ ലാസ്റ്റ് ഓവറാണ്. തിരക്കേട്ടാ. പക്ഷെ ഇവിടുന്ന് റൈറ്റാണ് കയറാനുള്ളത്. അപ്പോൾ തിരക്കൊന്നും രക്ഷയില്ലാട്ടോ. ഗൈസ് 1.4 കിലോമീറ്റർ ഉള്ളൂ. ഗൈസ് അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് എവിടെയാണ് കാണിക്കണം കേട്ടോ. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 28 രൂപ 42 പൈസയാണ് കേട്ടോ കിട്ടിയത്. ഗൈസ് അപ്പോൾ നേരെ വീട്ടിലോട്ട് വെച്ച് കാണിക്കുകയാണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് കറക്റ്റ് ഇപ്പോൾ 2:38 കേട്ടോ. നേരെ വെച്ച് പിടിക്കാം. ആ കാറുകാരൻ കയറി വന്നേട്ടോ. ഞാൻ ഇത്രയും ഗ്യാപ്പ് ഇങ്ങ് ഒഴിഞ്ഞാണ് വന്നത്, എന്നിട്ടും ഇങ്ങ് കയറിയത്. ശരി ചെയ്യും. ഗൈസ് അപ്പം നമുക്ക് ഇന്നലെ ടോട്ടൽ കിട്ടിയെന്ന് പറയുന്നത് 634 രൂപ 12 പൈസയാണ്. 12 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7 to 2:30. അതിൽ 121 രൂപ ഇൻസെൻറ്റീവാണ്. 5 ഓവർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 121 രൂപ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു. അതും കൂടി ചേർത്താണ് ഈ എമൗണ്ട്. പിന്നെ അതിൽ ഒരു ഓവർ ക്യാൻസലായി പോയിട്ടുണ്ട്. ഒരു 12:45 കണ്ട അടിച്ചപ്പോൾ. പക്ഷേ അത് 20 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാൻസലേഷനായിട്ട് ആയാലും നമ്മൾ പിക്ക് ചെയ്തതിന് ശേഷം ലൊക്കേഷൻ ഈ റെസ്റ്റോറൻറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ക്യാൻസൽ ആവണേ 20 രൂപ നമുക്ക് കിട്ടും. ഇപ്പോൾ ഷാഡ ഓണാക്കാൻ പറ്റില്ല. ഓണാക്കിയാലും ഓർഡർ കിട്ടില്ല. എന്താണ് കാര്യം എന്ന് പറഞ്ഞുകൂടാ. നാളെ ഒന്നും കൂടെ ചെക്ക് ചെയ്യണം നമുക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.